സ്ഥാപനത്തിലെ സ്വദേശികളുടെ അനുപാതമനുസരിച്ച് താഴ്ന്ന പച്ച, മധ്യപച്ച, ഉയർന്ന പച്ച എന്നീ 3 ഗണത്തിലേക്ക് സ്ഥാപനങ്ങളെ തരംതിരിക്കും. നിതാഖാത്ത് വ്യവസ്ഥയനുസരിച്ച് സ്വദേശിവൽക്കരണത്തിന്റെ കുറഞ്ഞ തോത് പൂർത്തിയാക്കിയതും എന്നാൽ ഏറ്റവും കുറഞ്ഞ അനുപാതം സ്വദേശികളുള്ളതുമായ സ്ഥാപനങ്ങളെയാണ് താഴ്ന്ന പച്ച ഗണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്തരം സ്ഥാപനങ്ങൾക്ക് മുഹറം 1 മുതൽ പുതിയ വിസ അനുവദിക്കില്ല. കൂടാതെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് എടുക്കുന്നതിനും ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തും. അതേസമയം മന്ത്രാലയത്തിന്റെ ഇതര സേവനങ്ങൾ ഈ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള വിദേശികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനോ ഇഖാമ എടുക്കുന്നതിനോ ഈ സ്ഥാപനങ്ങൾക്ക് പ്രയാസം നേരിടില്ല. ചുവപ്പ് ഗണത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള പ്രയാസം ഈ സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. സ്വദേശിവൽക്കരണത്തിന്റെ തോതനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നിതാഖാത്ത് നടപ്പാക്കിയ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നുവെന്നും സഹമന്ത്രി ഓർമ്മിപ്പിച്ചു. നിതാഖാത്ത് പ്രാബല്യത്തിൽ വന്നതിനു ശേഷം സ്വദേശിവൽക്കരണത്തിന്റെ തോത് 15.15% ഉയർന്നിട്ടുണ്ട്. സൗദിയിൽ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം 15 ലക്ഷമായി ഉയരാൻ നിതാഖാത്ത് കാരണമായി. എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്വദേശി തൊഴിലാളികളുടെ നിലവാരം മെച്ചപ്പെടുത്താനും മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്നും ഹഖബാനി പറഞ്ഞു. അസർ പുളിയിൽ, മീഡിയ 1 റിയാദ്.